സുഭാഷിതങ്ങൾ 17-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിയുന്ന ഉണങ്ങിയ അപ്പകഷ്ണമാണ്. ബുദ്ധിമാനായ അടിമ ലജ്ജാവഹമായി പ്രവർത്തിക്കുന്ന യജമാനനെ പുത്രന്റെ മേൽ ഭരണം നടത്തും. അവൻ പുത്രന്മാർക്കൊപ്പം കുടുംബത്തിന് അവകാശിയുമാകും. മൂശയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ്. ദുഷ്ടൻ ദുർവചസ്സുകൾ ശ്രദ്ധിക്കുന്നു. നുണയൻ അപവാദത്തിന് ചെവി കൊടുക്കുന്നു. ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. മറ്റുള്ളവരുടെ അത്യാഗ്രഹത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷപ്പെടാതിരിക്കുകയില്ല. പേരക്കിടാങ്ങൾ വൃദ്ധർക്ക് കിരീടം, മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രേ. ഉത്തമമായ സംസാരം ഭോഷന് ചേരുകയില്ല. കപടഭാഷണം അഭിജാതർക്ക് അത്ര പോലുമില്ല. കൈക്കൂലി മാന്ത്രിക കല്ലാണെന്ന് കൊടുക്കുന്നവൻ്റെ സങ്കല്പം. തിരിയുന്നിടത്തെല്ലാം അവൻ വിജയം നേടുന്നു. തെറ്റു പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ സ്നേഹിതനെ പിണങ്ങി അകറ്റുന്നു. പോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശകാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും. അധമൻ എപ്പോഴും കലാപകാരിയാണ്. ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും. ഭോഷനെ അവൻ്റെ ഭോഷത്തിൽ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺകരടിയെ നേരിടുകയാണ്. ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല. കലഹത്തിൻ്റെ ആരംഭം അണ പൊട്ടുന്നത് പോലെയാണ്. കലഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക. ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു. ഭോഷന് ധനമുണ്ടായിട്ട് എന്ത് പ്രയോജനം? അവന് ജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ? മിത്രം എപ്പോഴും മിത്രം തന്നെ. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. ബുദ്ധിഹീനൻ അയൽക്കാരൻ്റെ വാക്കു കൊടുക്കുകയും ജാമ്യം നിൽക്കുകയും ചെയ്യുന്നു. നിയമനിഷേധകൻ കലഹപ്രിയനാണ്. വാതിൽ ഉയർത്തി പണിയുന്നവൻ നാശം ക്ഷണിച്ചു വരുത്തുന്നു. കുടിലമാനസൻ ഐശ്വര്യം പ്രാപിക്കുകയില്ല. വികടഭാഷണം നടത്തുന്നവൻ ആപത്തിൽ പതിയുന്നു. വിഡ്ഢിയായ പുത്രൻ പിതാവിൻ്റെ ദുഃഖമാണ്. ഭോഷന്റെ പിതാവിന് ഒരിക്കലും സന്തോഷമല്ല. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. നീതിയുടെ വഴി തെറ്റിക്കാൻ ദുഷ്ടൻ രഹസ്യമായി കൈക്കൂലി വാങ്ങുന്നു. ബുദ്ധിമാൻ ജ്ഞാനോന്മുഖനായിരിക്കുന്നു. ഭോഷന്റെ ദൃഷ്ടി അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുന്നു. മൂഢനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയ്പുമാണ്. നീതിമാന്റെ മേൽ പിഴ ചുമത്തുന്നത് നന്നല്ല. ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ്. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞാനമാണ്. പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ. മൗനം ഭജിക്കുന്ന മൂഢൻ പോലും ജ്ഞാനി എന്ന് കരുതപ്പെടുന്നു. അവൻ വായി പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് ഗണിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 18-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. ഭോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല. ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നു ഭവിക്കുന്നു. മനുഷ്യൻ്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്. ജ്ഞാനത്തിൻ്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും. ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നതോ നീതിമാന് നീതി നിഷേധിക്കുന്നതോ നന്നല്ല. മൂഢൻ്റെ അധരങ്ങൾ കലഹത്തിന് വഴി തെളിക്കുന്നു. അവൻ്റെ വാക്കുകൾ ചാട്ടിയടിയെ ക്ഷണിച്ചു വരുത്തുന്നു. മൂഢൻ്റെ നാവ് അവനെ നശിപ്പിക്കുന്നു. അവൻ്റെ അധരങ്ങൾ അവന് കെണിയാണ്. ഏഷണിക്കാരൻ്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷ്ണങ്ങൾ പോലെ അത്രേ. അത് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. സമ്പത്താണ് ധനികന്റെ ബലിഷ്ഠമായ നഗരം. ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു. ഗർവം നാശത്തിൻ്റെ മുന്നോടിയാണ്. വിനയം ബഹുമതിയുടെയും. ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നത് ഭോഷത്വം മര്യാദക്കേടുമാണ്. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു. തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? ബുദ്ധിമാൻ അറിവ് നേടുന്നു. വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു. സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു.
മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും. നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു. അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു. സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്. എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു. അധരഫലം ഉപജീവനമാർഗം നേടിക്കൊടുക്കുന്നു. അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ കനി ഭുജിക്കണം. ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. അത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ദരിദ്രൻ കേണപേക്ഷിക്കുന്നു. ധനവാന്മാർ പരുഷമായി മറുപടി നൽകുന്നു. ചിലർ സ്നേഹിതരെന്ന് നടിക്കും, ചിലർ സഹോദരനേക്കാൾ ഉറ്റവരാണ്.